ഇവർ വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അജയുടെ ജീവിതത്തിലേക്ക് ആരാ കടന്നു വരാൻ വേണ്ടി പോകുന്നതെന്ന് അറിയാതെ ഭവാനിയും അഞ്ജനയും കൂടെ ആലോചിക്കുകയാണ്. എന്നാൽ ആരായിരിക്കും അത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അജയ് എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക, മോചക്കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അവളാണെങ്കിൽ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞതല്ലേ. അതുമാത്രമല്ല, ഒന്ന് ക്ഷേത്രത്തിൽ വെച്ചും അവൾ കാണിച്ചത് കണ്ടില്ലേ, നീ ഇല്ല എങ്കിൽ അവൾ ജീവിച്ചിരിക്കില്ല എന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭവാനി വീണ്ടും മുത്തശ്ശിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അജയായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്താണെന്നറിയാവോ, അവൾക്കാണെങ്കിൽ കൊച്ചിലെ മുതൽ ഭയങ്കര ഇഷ്ടമോ, ഇനി അത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഭവാനി. ഇത് കേട്ടത് അജയ് പറയുക, എൻ്റെ മനസ്സിൽ വേറൊരു കുട്ടിയുണ്ട്, എനിക്കത് ആ രീതിയിൽ കാണാൻ പറ്റില്ല, ഞാനൊരു പെങ്ങളെ പോലെയാണ് ഞാൻ കരുതിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഭവാനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ദേഷ്യവും കൂടെ ഭൂമിയാണ് അവൻ്റെ മനസ്സിലെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതായിരിക്കും അവനാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. എന്തായാലും അവളെ എങ്ങനെ ഒതുക്കിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നോക്കുമ്പോഴത്തേക്കും അഞ്ജന കാണുന്നത് അജയ്യാണെങ്കിൽ ഭൂമി അവിടെ വന്നപ്പോഴത്തേക്ക് ഒരുമിച്ച് നിലവിളക്ക് കൊളുത്തിയപ്പോഴത്തേക്ക് മുത്തശ്ശിയെ ശ്രദ്ധിച്ചായിരുന്നില്ലേ, എന്തോന്നില്ലാത്ത ഒരു അടുപ്പവും ഇതൊക്കെ അതിന് പിന്നെ മുത്തശ്ശിക്ക് തോന്നുന്നുണ്ട് അവളെടുത്ത്. അതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ ഒരു മടിയുമില്ല എന്ന് അഞ്ജന പറയുന്നുണ്ട് ഭവാനിയുടെ അടുത്ത്. എന്തായാലും എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി ആ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞ ഭൂമികയെ ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അമ്മയടുത്ത് പറയുകയാണ് അഞ്ജന. ഇത് കേട്ട് ഭവാനി പറയുക, ഇല്ല, ഞാൻ ഒരിക്കലും അത് സഹായിച്ചു കൊടുക്കില്ല. അച്യുതൻ്റെ യഥാർത്ഥ മകള് ആണോ അതോ ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ കൊച്ചാണോ ഇതാണെന്ന് എനിക്ക് അറിയുന്നത് വരെ എനിക്കൊന്നും ഇതിന് പറയാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അച്യുതനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വെച്ച് കൊല്ലാൻ ഏൽപ്പിച്ച ആൾ ഇങ്ങനെ അച്യുതനെ കാണുകയും ബേക്കിൽ നിന്ന് ഓടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അച്യുതനെ ഇത് കാണാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കാണുന്ന ഏത് കാര്യവും അത് അംഗീകരിക്കണമെന്ന് അച്യുതൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബേക്കിൽ നിന്ന് ആര് വന്നിരുന്നാലും നമ്മൾ അവരെ സൂക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് അച്യുതൻ പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ കുറേ നേരമായിട്ട് അച്യുതനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അയാളെ ഭൂമി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, നമ്മൾ ആരോ കുറേ നേരം കൊണ്ട് ബേക്കിൽ നിന്ന് നോക്കുന്നുണ്ട്. അച്ഛൻ ഈയിടയ്ക്ക് പറഞ്ഞില്ലേ എൻ്റെ അടുത്ത്, നമ്മളെ ആരെങ്കിലും പിന്തുടരാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് പേടിക്കുക തന്നെ വേണമെന്ന്. എന്താ അച്ഛൻ അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? എനിക്കതറിയണം. എന്ന് വെച്ചാൽ എന്നെ 2-3 പ്രാവശ്യം ഒരാൾ തന്നെ ബേക്കിൽ നടന്നിട്ട് എനിക്ക് തോന്നുന്നു കൊല്ലാൻ വരുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അച്യുതൻ പറയുക, ഞാൻ പറഞ്ഞില്ലേ, എന്തോ കാര്യം എനിക്ക് എന്നെ ഈ നാട്ടിൽ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. വേറെ ഒന്നുമല്ല, ഏത് രീതിയിലാണ് ശത്രുക്കൾ നമുക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ, മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അച്യുതൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അജയ് ആണെങ്കിൽ ഭൂമിയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുകയും അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഭവാനി മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടോ, അജയ് ആണെങ്കിൽ എൻ്റെ മോളടുത്ത് സംസാരിക്കില്ല, അവളടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ, എന്തോ ഒരു അടുപ്പമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സൗഭാഗ്യ മുത്തശ്ശി പറയുക, ശരി തന്നെയാ, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, അവന് ഇഷ്ടമാണെങ്കിൽ ആ കല്യാണം നമുക്ക് നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഭവാനിയാണെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട് സൗഭാഗ്യ മുത്തശ്ശിയുടെ അടുത്ത്, എന്താ പറഞ്ഞത്, ഒരു ചായക്കടക്കാരിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ, എന്തുദ്ദേശത്തിലാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അവളോ എല്ലാം നല്ലൊരു സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. എന്തായാലും എൻ്റെ മോന് എല്ലാം മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ തന്നെയാണ് ഈ വീട് നല്ലതുപോലെ നോക്കാനും അറിയാനുള്ള കുട്ടി തന്നെയാണ്. എനിക്കതുകൊണ്ട് ഇഷ്ടം തന്നെയാണ് എല്ലാ രീതിയിലും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കളി പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു കുട്ടിയെ കാണാൻ പോലും കഴിയില്ല. എന്തായാലും നല്ലൊരു കുട്ടി തന്നെയാണ്, എനിക്ക് ഇഷ്ടമുണ്ട്, അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും അഞ്ജനയുടെ കാര്യമോ, അതോ അവനാണെങ്കിൽ താല്പര്യമില്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് കാര്യം കൊണ്ടാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല.
അത് അവനടുത്ത് ഇനി ചോദിച്ചേ മതിയാവുള്ളൂ എന്നും മുത്തശ്ശി പറയുന്നുണ്ട് ഭവാനിയുടെ അടുത്ത്. ആ സമയത്ത് അച്യുതിന് സുഖമില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് വരികയും അച്യുതൻ്റെ ഭാര്യ അടുത്ത് പറയുക, നമുക്കിന്നെ പേടിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അവളെ മാലയിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. ആ മാലയില ആദ്യത്തെ ഒന്നാമത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ മാല വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ആശ്വാസമുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാ, ആ മാലയിനെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഈ വീട് വരെ എന്നെ തേടി എത്താൻ ഇനി അധിക ദൂരമില്ല. ആ നാട്ടിലാണ് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്, നമ്മുടെ മോളെ നഷ്ടപ്പെടുമെന്നോ? അതൊരിക്കലും കഴിയില്ല, എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ തന്നെ അവളെ അച്ഛൻ ഈ നാട്ടിലുണ്ട്. ഇപ്പോൾ തന്നെ മോള് പോകുന്ന ആ വീട്ടിലുള്ള അവിടുത്തെ അവളെ സ്വന്തം അച്ഛനാ. എനിക്കത് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്ന അച്യുതൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ മോളെ നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്കിനെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ ഇത്രയും കാലം നമ്മളെ നോക്കിയതും അതുപോലെ തന്നെ സ്വന്തം അച്ഛനമ്മയെ പോലെ ഇപ്പോഴും നോക്കുന്നേ, അവൾ ഈ രഹസ്യം അറിഞ്ഞാൽ നമ്മുടെ അടുത്ത് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, ദേഷ്യത്തോടെ ആയിരിക്കില്ലേ എന്നൊക്കെയും പറയുന്നുണ്ട്. അതിനൊരിക്കലും സാധിക്കില്ല, നമുക്കത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഭൂമി വരുന്നുണ്ട്. എന്താ രണ്ടുപേരും കൂടെ പറയുന്നേ, ആ രഹസ്യം എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ കേട്ടുകൊണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട്. രഹസ്യമോ? ഒരു രഹസ്യവും ഇല്ല, അത് മോക്ക് തോന്നുന്നതാ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, മോക്കൊരു കല്യാണം നോക്കട്ടെ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് അച്യുതൻ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ കല്യാണത്തിൻ്റെ ഒരാവശ്യമില്ല. ഇപ്പം അച്ഛന് സുഖമില്ലാത്തത് കുറയണം, അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛൻ്റെ അസുഖം ഒന്ന് മാറണം, അതിനുവേണ്ടി അതിനാണ് ഇപ്പം ഫസ്റ്റ് കാര്യം നോക്കുന്നത്, അല്ലാതെ എൻ്റെ ജീവിതം രണ്ടാമത്തെ കാര്യമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അച്യുതൻ പറയുക, അല്ല മോളെ, നീ ആണെങ്കിൽ നല്ലതുപോലെ ജീവിക്കണം, എനിക്ക് അതാ കാണേണ്ടത്. ഞാനിപ്പോൾ സുഖമില്ലാതിരിക്കുക, നിൻ്റെ കല്യാണം എനിക്ക് കാണണം, അതിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഞങ്ങൾ അന്വേഷിച്ച് തുടങ്ങുക എന്നൊക്കെ അച്യുതൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും സങ്കടത്തോടെ അകത്ത് കയറിയിട്ട് വീണ്ടും പറയുന്നുണ്ട് അച്യുതനടുത്ത്, ഇപ്പം വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സൗഭാഗ്യ മുത്തശ്ശി ഭൂമിയെ വിളിക്കുന്നുണ്ട്. ഭൂമിയെ വിളിച്ചിട്ട് പറയുക, ഞാനൊരു കാര്യം പറയട്ടെ, മോക്കാണെങ്കിൽ ഞങ്ങളെ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ വേണ്ടി താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇല്ല, എനിക്ക് ഈ കുടുംബത്തിലേക്ക് നിന്നെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എന്തിനാ മുത്തശ്ശി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛന് സുഖമില്ലാത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്. അങ്ങനെ മുത്തശ്ശി പറയുക, എന്താ ഈ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയാതിരുന്നത്? ഒരു അന്യനെ പോലെയാണോ നിങ്ങൾ കരുതുന്നത്? ഞാനാണെങ്കിൽ നീ ഇവിടെ വന്നത് പിന്നെ എനിക്ക് സ്വന്തം മോളെ പോലെയാണ് ഞാൻ നിന്നെ നോക്കുന്നത്. അതുകൊണ്ട് ഏത് കാര്യവും മടിയില്ലാതെ എൻ്റെ അടുത്ത് പറയാം, ആവശ്യപ്പെടാം, ആ ഒരു സ്വാതന്ത്ര്യം നിനക്കുണ്ട് എന്ന് ഭൂമിയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് ഒളിച്ചു നിന്ന് കേട്ടോണ്ടെന്ന് ഭവാനി ഭാബി ചിന്തിക്കുന്നുണ്ട്. കണ്ടോ, അവൾക്ക് ഇത്രത്തോളം സ്വാതന്ത്ര്യം ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനി അവസ്ഥ? എന്തായാലും അവൾ ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടുത്തെ യഥാർത്ഥ കുട്ടിയാണോ അതോ അച്യുതൻ്റെ സ്വന്തം മകളാണോ? അതിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് കൺഫേം നമുക്ക് അറിയുക വേണം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അയാൾ പറയുക, ഞാനാണെങ്കിൽ സംശയിക്കുന്നത് ഇത് അവിടുത്തെ കുട്ടിയെന്ന് തന്നെയാണ്. എന്തായാലും അച്യുതനാണെങ്കിൽ മോളില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവൻ്റെ ആ ഭയവും ഒക്കെ കണ്ടിട്ട് എന്നെ കണ്ടെന്ന് ഉറപ്പാണ് ഹോസ്പിറ്റലിൽ വെച്ച്. പക്ഷേ മാറി നടക്കുന്നത് കണ്ടപ്പം എന്തോ പേടിച്ചതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് കേട്ടതും പറയുന്നുണ്ട് ഭവാനി, എന്തായാലും അവളുടെ കഴുത്തിൽ ഒരു മറുകുണ്ട്, അതുപോലെ തന്നെ മാല, ആ മാല കൂടി നമ്മളെ കുടുംബത്തിൻ്റെ ഒരു സിഗ്നലുള്ളൊരു മാലയും കൂടെ ഉണ്ട്. ആ മാല കൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കുട്ടിയാണെന്ന് തിരിച്ചറിയാം. പക്ഷേ അവളാണെങ്കിൽ അവളെ വെച്ചിരിക്കാൻ പാടില്ല, അവളെ കൊല്ലുക തന്നെ ചെയ്യണം, അതാ എൻ്റെ ഉത്തരവ്. പക്ഷേ അതല്ല എങ്കിൽ അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതിന് വേറൊന്നും പറയുന്നില്ല, ആദ്യം കണ്ടുപിടിക്കട്ടെ, എന്നിട്ടായിരിക്കാം ബാക്കി കാര്യം എന്ന് പറയുന്നുണ്ട് ഭവാനി. അങ്ങനെ ഭൂമിയാണെങ്കിൽ അജിയെ കാണുന്നുണ്ട്. അജിയെ കണ്ടിട്ട് പറയുക, എന്താ സ്റ്റേഷനിലാണെങ്കിൽ ഇപ്പോൾ ആര് വന്നിരുന്നാലും ഇപ്പോൾ എല്ലാവർക്കും അടിയെന്നാണോ വല്ലോ പറയുന്നത്? ഒരു വില്ലൻ ഒരു പോലീസുകാരനായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്.
അതോ ആണോ, അങ്ങനെയാണോ? നീ അങ്ങനെയൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത്? നീ ഒരു വില്ലത്തിയാണെന്ന് എനിക്ക് ആദ്യമേ നീ തെളിയിച്ച് തന്നല്ലോ. ഇവിടെ വന്ന് നമ്മളെ വീട്ടിൽ വന്ന് തന്നെ അഞ്ജനയെ അടിച്ച ആ നിമിഷം മുതൽ ഞാൻ മനസ്സിലാക്കി എന്തും ആർക്കും വിട്ടുകൊടുക്കാത്ത സ്വഭാവക്കാരിയൊക്കെയാണ്. പക്ഷേ ആ സ്വഭാവം എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭൂമി പറയുക, ആണോ? എങ്കിന്നെ മുത്തശ്ശി വിളിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു കല്യാണക്കാര്യം. ആരുടെ കല്യാണക്കാര്യോ? എൻ്റെ കല്യാണക്കാര്യം വീട്ടിലമ്മോടെ മുത്തശ്ശി ആലോചിക്കുന്നുണ്ട്, മോതിര കല്യാണം വരെ എത്തണമെന്ന്. ഇനി നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്നാണോ മുത്തശ്ശി പറയുന്നേ എന്ന് അജയ് ചോദിക്കുന്നുണ്ട്. അതെ അതെ, നമ്മളെ കല്യാണം തന്നെയാ. എന്താ, ഇഷ്ടമാണോ? മോതിര കല്യാണമൊക്കെ നടത്തട്ടെ എന്ന് തമാശയോട് ചോദിക്കുന്നുണ്ട് ഭൂമി. ഇത് കേട്ടും അജയ് പറയുക, എനിക്ക് സമ്മതം തന്നെയാ. നമുക്ക് മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മോതിരക്കല്യാണം നടത്താം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും തമാശയോടായിട്ട് കളയുന്നുണ്ട്. ഈ സമയത്ത് അച്യുതൻ പറയുക, എന്താ എന്താ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനന്ന് ഒരു തമാശ പറഞ്ഞതാ. മുത്തശ്ശിയാണെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അച്ഛനും കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്തായാലും രണ്ടുപേരും കല്യാണപ്രായം ആയവരാ, അതുകൊണ്ട് കല്യാണം കഴിക്കാമോ എന്ന് വിചാരിച്ച് ചോദിച്ചു പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ കളി തമാശ ഇപ്പം ഇത്തിരി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ് അച്യുതൻ വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും അത് ഞാൻ തമാശയ്ക്കല്ലേ അച്ഛാ പറഞ്ഞത്, അത് ഞാൻ കാര്യമായിട്ടൊന്നുമല്ല. മുത്തശ്ശി പറഞ്ഞു കഴിയുന്നതുപോലെ അജയ്ക്ക് കല്യാണം ഒന്നും ആലോചിക്കുന്നുണ്ട്, അഞ്ജനയായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അജയ്ക്ക് സമ്മതമല്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോയതാ എന്നൊക്കെ അച്യുതൻ്റെ അടുത്ത് പറയും.